ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് വൈകുന്നേര സമയത്ത് നമുക്ക് നല്ല ബോറടി ആയിരുന്നു. അപ്പോൾ ആ ബോറടി മാറ്റാൻ വേണ്ടി എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. ചാവക്കാട് ബീച്ചാണ് ഇന്ന് പോകുന്നത്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വഴിയിൽ ഫുള്ള് ബ്ലോക്കായിരുന്നു. പള്ളിപ്പെരുന്നാൾ നടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഈ വഴിയോര കച്ചവടവും പിന്നെ ഫുട്പാത്തിൽ നിറയെ ആൾക്കാരും ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബീച്ചിൽ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 6:45 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചതുപോലെ കുറേ സമയം ബീച്ചിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ചാവക്കാട് ബീച്ചിൽ വരുന്നത്. വൈകുന്നേര സമയത്ത് നമുക്ക് കുട്ടികളെയൊക്കെ കൊണ്ട് വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ചാവക്കാട് ബീച്ച്. കാരണം ബീച്ചിനോട് ചേർന്ന് തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി പാർക്കുണ്ട്. അപ്പം കുട്ടികളുടെ കൂടെ ഒരാൾ അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ അവിടെ കളിക്കാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ കുറേ സമയം ബീച്ചിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കാം, ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. അങ്ങനെ ഐസമോൾക്ക് കുറച്ച് സമയം ഊഞ്ഞാല അടിച്ചു. പിന്നെ അവിടെയുള്ള കുറേ ഗെയിംസിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ കുറേ സമയം ഐസമോൾ കളിച്ചു. അങ്ങനെ കുറച്ച് സമയം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. ഒരു 8 മണി വരെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു 6:45 ഒക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് സമയം മാത്രമേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. രാത്രിയായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ ചാവക്കാട് ബീച്ചിലൊക്കെ വരികയാണെങ്കിൽ കുറച്ച് നേരത്തെ വരണം. കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ബീച്ചിൽ തന്നെ ഉള്ളതുകൊണ്ട് കൂടുതൽ സമയം കിട്ടുകയാണെങ്കിൽ നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെ അവർ കുറച്ച് നേരം കാല് നനക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി. അപ്പോൾ കുറച്ച് സമയം മാത്രമേ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെ ബീച്ചിൽ തന്നെ ഒരു നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ഉണ്ട്. കൂടെ എന്നാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ആദ്യമായിട്ടാണ് ഇതുപോലൊരു വെറൈറ്റി നെയിം. പിന്നെ അവരുടെ മെനു അതും ഒരു വെറൈറ്റി തന്നെയാണ്. ഫുള്ള് മലയാളത്തിലാണ് മെനു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളവിടെ ചെന്ന സമയത്ത് തന്നെ വേറൊരു നോർത്ത് ഇന്ത്യൻ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഈ മെനു ഒരു കുറച്ച് ബുദ്ധിമുട്ടായി മലയാളത്തിലായതുകൊണ്ട്. പിന്നെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ സ്റ്റാഫ് ഉള്ളതുകൊണ്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റി. പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുന്ന സമയത്ത് അവിടെ സ്റ്റാഫ് ഉള്ളത് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു മലയാളികൾക്ക് മാത്രം ഉള്ള ഒരു റെസ്റ്റോറൻ്റാന്നൊക്കെ തോന്നിപ്പോവും. ഫുള്ള് മലയാളത്തിലാണ് എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. എന്തായാലും അവരുടെ ഫുഡൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഫുഡാണ്. ഫസ്റ്റ് തന്നെ ഹൈസമോൾക്ക് ഒരു ഫ്രൂട്ട് സലാഡാണ് ഓർഡർ ചെയ്തത്. അതിൽ ബട്ടർ സ്കോച്ച്, ചോക്ലേറ്റ്, പിന്നെ സ്ട്രോബെറി 3 ഐസ്ക്രീം ഉണ്ട്. പിന്നെ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഏറ്റവും അടിയിലുള്ളത്. പക്ഷെ അതെന്താണെന്നുള്ള അവർ പറഞ്ഞിട്ടില്ല. നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ഫ്രൂട്ട്സും പിന്നെ ഡേറ്റ്സ്, നട്ട്സ് ഇതൊക്കെ കഴിഞ്ഞ് ഏറ്റവും അടിയിലേക്ക് എത്തുമ്പോൾ എന്തോ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവമുണ്ട് ഫ്രൂട്ട് സലാഡിൽ. പിന്നെ ഇത് അവരുടെ ചിക്കൻ പാൽക്കറിയാണ്. അവിടുത്തെ സ്പെഷ്യലാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവരുടെ ബിരിയാണി അത് സൂപ്പറാണ്. പിന്നെ നൂൽ പൊറോട്ട, കോയിൻ പൊറോട്ട, അങ്ങനത്തെയൊക്കെ നല്ല അടിപൊളി പൊറോട്ടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വീറ്റ് പൊറോട്ടയും വാങ്ങിയിട്ടുണ്ട്. വീറ്റ് പൊറോട്ട നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് ബീഫാണ്. ബീഫ് എന്തോ അതിൻ്റെ പേരറിയില്ല. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ബീഫ് കറിയും ഉണ്ട്. പിന്നെ അൽഫാമും ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് ഐറ്റംസൊക്കെ റെസ്റ്റോറൻറ്റിൽ കിട്ടിയിട്ടുണ്ട്. ചില സമയത്ത് നമുക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഫുഡ് ഭയങ്കര ബുദ്ധിമുട്ടാവാറുണ്ട്. പക്ഷെ ഇവിടെ നല്ല ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് ബീച്ചിൽ വരുന്നവർക്ക് അവിടുന്ന് ഫുഡ് കഴിക്കാം, ബീച്ചിൽ വന്ന് സ്പെൻഡ് ചെയ്യാം, കുട്ടികൾക്ക് കളിക്കാം. എല്ലാത്തിനും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. പക്ഷെ നമുക്ക് സമയമാണ്, ഞങ്ങൾക്ക് സമയം വളരെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. നല്ലൊരു ബോറടി തോന്നി. അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങിയതാണ്. പക്ഷെ കുറച്ച് നേരത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് കുറേ സമയം എടുത്തിട്ടൊക്കെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റും. ഒരു 3 മണി ഒക്കെ സമയം അല്ലെങ്കിൽ ഒരു 3:30 സമയത്തൊക്കെ എത്തുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഇവിടെ നമുക്ക് ആ ഒരു സമയത്ത് വെയിലുണ്ടാവുമോ എന്നുള്ളൊരു ഇത്
തോന്നേണ്ട ആവശ്യമില്ല. കാരണം വെയിലില്ലാതെ അവിടെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും അല്ല, കുറച്ച് സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ അവിടെ നമുക്ക് ഇരിക്കാനും പറ്റും. നല്ല തണുത്ത കാറ്റുകൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റും. പിന്നെ കുട്ടികളുടെ പാർക്കിൻ്റെ ഭാഗത്തേക്ക് വെയിലുണ്ട്. അവിടെ ശരിക്കും കളിക്കണമെങ്കിൽ ഒരു 4:30-ക്ക് ശേഷമൊക്കെ അവിടെ കളിക്കാൻ പറ്റുള്ളൂ. 4:30 അല്ല 5 മണിക്കൊക്കെ. അപ്പോൾ ഹൈസമോൾക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് സമയം ആ ഫ്രണ്ടിൻ്റെ കൂടെ ഹൈസമോൾ സ്പെൻഡ് ചെയ്തു. അങ്ങനെ മെയിനായിട്ട് ഹൈസമോൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പാർക്കിലേക്ക് കയറിയിട്ടുള്ളത്. ബാക്കിയുള്ളവർക്കൊന്നും പാർക്കിലിരിക്കാൻ അത്ര ഇഷ്ടമില്ല. അവർക്ക് ബീച്ചിലിങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.